കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ വ്യാപാര ടൂറിസം മേഖലകൾക്ക് കുതിപ്പാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ. ഒരു നാടിനെ ഒന്നാകെ സാക്ഷിയാക്കി ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചപ്പോൾ നാട്ടുകാരത് ആഘോഷമാക്കി. കേരളത്തിലെ വലുതും രാജ്യത്തെ മൂന്നാമത്തെ ദൈർഘ്യമേറിയതുമായ ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമായത്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ സൗകര്യങ്ങൾക്കൊപ്പം ടൂറിസം വ്യാപാര മേഖലകൾക്കും കുതിപ്പാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്നാമത്തെ തുരങ്കപാതയാകും ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ പ്രസ്താവിച്ചതുപോലെ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായിയെപ്പോലെ നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ പദ്ധതി യാഥാർത്ഥ്യമാകില്ലെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയേൽ അഭിപ്രായപ്പെട്ടു. അപേക്ഷകൾ നൽകിയാലും അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നേതൃത്വത്തിലുള്ളവർ അത് മനസ്സാകണം. ഈ പദ്ധതി നടപ്പിലാക്കാമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് ഉറപ്പു തന്നു. അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കില്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുകയില്ല. അതിൻ്റെ പിന്നിൽ അദ്ദേഹം ഉറച്ചു നിന്നതുകൊണ്ട് ഇന്നത് യാഥാർത്ഥ്യമാകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KM മാണിയുമാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്ന് കൽപ്പറ്റ MLA ടി സിദ്ദിഖ് പറഞ്ഞു. തുരങ്കപാത എന്ന ആശയം ആദ്യമായി 2 കോടി രൂപ നീക്കിവെച്ച് ഈ ജനതയ്ക്ക് സംഭാവന ചെയ്ത ഉമ്മൻചാണ്ടിയും KM മാണിയും നമ്മുടെ മുമ്പിൽ ഈ സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അവരുടെ പേരുകൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ KN ബാലഗോപാൽ, AK ശശീന്ദ്രൻ, OR കേളു, MLAമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ മുതൽ വയനാട് കള്ളാടിയിലെ മീനാക്ഷി പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.735 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയാണ് നിർമ്മിക്കുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയുള്ള തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134.5 കോടി രൂപയാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് നിർവഹണ ഏജൻസി. ന്യൂസ് മലയാളം, കോഴിക്കോട്.